രണ്ട് രാജാക്കന്മാർ അധ്യായം 19. വിവരമറിഞ്ഞ ഹെസക്കിയാ രാജാവ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ ഏലിയാക്കീമിനെയും കാര്യസ്ഥൻ ഷെബ്നായെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്കുടുപ്പിച്ച് ആമോസിൻ്റെ പുത്രൻ യെശയ്യാ പ്രവാചകൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ അവനെ അറിയിച്ചു, ഹെസക്കിയാ പറയുന്നു, ഇന്ന് ദുരിതത്തിൻ്റെയും അധിക്ഷേപത്തിൻ്റെയും നിന്ദയുടെയും ദിവസമാണ്. പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെപ്പോലെയാണ് ഞങ്ങൾ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റബ്ശക്കെ വഴി അവൻ്റെ യജമാനനായ അസറിയാ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം. അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയാ രാജാവിൻ്റെ സേവകന്മാർ യെശയ്യായുടെ അടുത്തു വന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനനോട് പറയുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു, അസറിയാ രാജാവിൻ്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ അവനിൽ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കും. കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും. അവിടെ വെച്ച് വാളിനിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. അസറിയാ രാജാവ് ലാഹിഷ് വിട്ടു എന്ന് റബ്ശക്കെ കേട്ടു. അവൻ മടങ്ങിച്ചെന്നപ്പോൾ രാജാവ് ലിബ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു. എത്യോപ്യ രാജാവായ തിർഹാക്ക തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച യൂദാ രാജാവായ ഹെസക്കിയായോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു, ജെറുസലേം അസറിയാ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസറിയാ രാജാക്കന്മാരുടെ പ്രവൃത്തികൾ നീ കേട്ടിട്ടില്ലേ? പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, റേസഫ് എന്നീ ദേശങ്ങളെയും തെലാസറിലെ ഏദൻകാരെയും എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ രക്ഷിച്ചു. ഹമാത്ത്, അർപ്പാദ്, സെഫാർവയീം, ഹേന, ഇവ എന്നിവയുടെ രാജാക്കന്മാരെവിടെ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തുവാങ്ങി വായിച്ചു. അവൻ കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വെച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, കെരൂബുകളുടെ മുകളിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന അവിടുന്നാണ് ദൈവം. അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കർത്താവെ, ചെവിക്കൊള്ളണമേ. കർത്താവെ, കടാക്ഷിക്കണമേ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സെന്നാകെരീബ് പറഞ്ഞയച്ച വാക്ക് കേട്ടാലും കർത്താവെ, അസറിയാ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു. അവരുടെ ദൈവന്മാരെ അഗ്നിയിലെറിഞ്ഞിരിക്കുന്നു. അവ ദൈവമായിരുന്നില്ല, മരത്തിലും കല്ലിലും മനുഷ്യർ പണിതുണ്ടാക്കിയവയായിരുന്നു. അതിനാൽ അവ നശിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങ് മാത്രമാണ് ദൈവമെന്ന ഭൂമിയിലെ ജനതകൾ അറിയട്ടെ. ആമോസിൻ്റെ പുത്രനായ യെശയ്യാ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസറിയാ രാജാവായ സെന്നാകെരീബിനെക്കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, കന്യകയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു, അവൾ നിന്നെ പുച്ഛിക്കുന്നു. ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു. നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവ്വം ദൃഷ്ടികളുയർത്തുകയും ചെയ്തത്? ഇസ്രായേലിൻ്റെ പരിശുദ്ധനെതിരെ നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു. എൻ്റെ അസംഖ്യം രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഖങ്ങളിലും ലെബനോൻ്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവദാരുക്കളും ശ്രേഷ്ഠമായ സരളമരങ്ങളും വീഴ്ത്തിയെന്നും അതിൻ്റെ വിദൂരസ്ഥമായ കോണുകളിലും നിബിഡമായ വനാന്തരങ്ങളിലും പ്രവേശിച്ചു എന്നും നീ പറഞ്ഞു. ഞാൻ കിണറുകൾ കുഴിച്ചു, വിദേശജലം പാനം ചെയ്തു, ഈജിപ്തിലെ അരുവികളെയെല്ലാം ഉള്ളംകാലുകൊണ്ട് ഞാൻ ഉണക്കിക്കളഞ്ഞു എന്നും നീ പറഞ്ഞു. ഞാനിത് പണ്ടേ നിശ്ചയിച്ചതാണ്, നീ അത് കേട്ടിട്ടില്ലേ? പണ്ട് നിശ്ചയിച്ചവ ഇന്നും ഞാൻ പ്രാവർത്തികമാക്കുന്നു. സുരക്ഷിത നഗരങ്ങളെ നീ നാശകൂമ്പാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോകുകയും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിന് മുമ്പേ കരിഞ്ഞുപോകുന്ന പുരപ്പുറത്തെ തൃണങ്ങൾക്കും തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു. നിന്റെ ഇരിപ്പും നടപ്പും എൻ്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു. നീ എൻ്റെ നേരെ ക്രുദ്ധനായി, നിന്റെ ധിക്കാരം എൻ്റെ കാതുകളിലെത്തിയിരിക്കുന്നു. അതിനാൽ നിന്റെ മൂക്കിൽ കൊളുത്തും നിന്റെ വായിൽ കടിഞ്ഞാണുമിട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും. ഇതാണ് നിനക്കുള്ള അടയാളം.
താനെ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും. 2-ാം വർഷവും അങ്ങനെ തന്നെ. 3-ാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും. യൂദാഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും. എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ടഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിർവഹിക്കും. അസറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രം എയ്യുകയോ പരിച ധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല. അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. എനിക്കും എൻ്റെ ദാസനായ ദാവീദിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും. അന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ അസറിയാ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു. പിന്നെ അസറിയാ രാജാവായ സെന്നാകെരീബ് അവിടെ നിന്ന് നിനവയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവൻ തൻ്റെ ദേവനായ നിസ്രോക്കിൻ്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമലക്കും ശരേസറും കൂടി അവനെ വാൾകൊണ്ട് വെട്ടിക്കൊന്നതിനു ശേഷം അറാറാത്ത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പകരം പുത്രൻ ഏസാർ ഹദ്ദോൻ ഭരണമേറ്റു.